ചിലതൊക്കെ കാണണമെങ്കിലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് പോയി തന്നെ ആവുള്ളൂ. ഇപ്പോൾ വഴി പോലും ഇല്ല. ഇത്ര നേരം ഇച്ചിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ഫുള്ള് കാടാണ് കേട്ടോ. മേലോട്ട് പോയി എൻ്റെ മൈൻഡ് പറയുന്നു ഏകദേശം എത്താറായി. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളോട് എത്തും. ഇപ്പോൾ തന്നെ ഒരു പാമ്പിനെ കണ്ടു. ഇനി അടുത്ത് എന്തിനാണോ കാണാൻ പോകുന്നത് ദൈവത്തെ പുരാൻ അറിയാം. കിടിലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഗൈസ്. ഒരു വിധത്തിൽ നമ്മുടെ സ്പോട്ടിൽ നമ്മൾ എത്താറായി. അതിൻ്റെ തൊട്ട് താഴെ എത്തി. ഇവിടെ വഴിയില്ല ഗൈസ്. നമ്മുടെ വഴി ഉണ്ടാക്കുന്ന ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്രയും പാട് വിട്ടാലും മേളിൽ ചെന്ന് കിട്ടുന്ന ഒരു വൈബിന് വേണ്ടി നമ്മൾ പോവാട്ടോ. കിട്ടുക്കാൻ വൈബായിരിക്കും എന്നെൻ്റെ മൈൻഡ് പറയുന്നു ഗൈസ്. ഇത്രയും കാടും പള്ളയൊക്കെ അടിച്ചാണ് നമ്മൾ കയറി പോകുന്നത്. ഒരു ശകലം കൂടെ കയറി കഴിഞ്ഞാൽ സെറ്റാവുന്ന മൈൻഡ് പറയുന്നുണ്ട് ഗൈസ്. ഒരു കിട്ടിലും പാറയൊക്കെ ഉണ്ട്. ആ പാറ മണ്ടേ കയറാനാണ് നമ്മൾ വന്നത്. മേളിൽ ചെല്ലുമ്പോൾ കാണിക്കാം നമ്മൾ എന്തോരം ദൂരം വലിഞ്ഞ് കയറിയിട്ടാണ്. വല്ല അട്ട ഉണ്ടോന്ന് പോലും അറിയത്തില്ല ഗൈസ്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം വേണ്ടേ മലയുടെ തൊട്ട് താഴെ എത്തി. ഇവിടെ കിടിലും വൈബാട്ടോ. നല്ല കിടിലായിട്ടുള്ള വ്യൂയൊക്കെ ഉണ്ട്. കട്ടപ്പനയുടെ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ കാണാം. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ആദ്യത്തെ ആളെ കണ്ടേക്കുന്നു. എൻ്റെ കാലം കാണുമായിരിക്കും. എന്തിനായിട്ട് എത്ര പേടിക്കുന്നു? എനിക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് അട്ട. കണ്ടോ? നിങ്ങളുടെ നാട്ടിൽ അട്ട ഏതാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ അട്ട ഇതാണ് ഗൈസ്. ഇവൻ കടിച്ച കുറേ ചോര കളയും. പക്ഷെ നല്ലതാണ്. നമ്മുടെ അതൊക്കെ ചോരയൊക്കെയാണ് നേരത്ത് കളയുന്നതാണ് പറയുന്നത്. എനിക്കറിയില്ല ഇതിനെപ്പറ്റി വല്ല ഗ്രാഹ്യം ഇല്ല അറിയില്ലൊക്കെ പറഞ്ഞു. ചൊറിയും ചേട്ടൻ കാരണം വലിച്ചെടുത്തോണ്ട് ഇതിൻ്റെ ഒരു മുള്ള് എന്താണെങ്കിലും കാലിൻ്റെ അകത്ത് കാണും കേട്ടോ. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നമ്മൾ ആ മനോഹരമായ കാഴ്ചയിലേക്ക് എത്തിപ്പോവാണ്. ഇതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് ഗൈഡൊന്നുമില്ല. നമ്മുടെ ആകെ ഉള്ളൊരു ഗൈഡ് ഇവനാണ്. ഇങ്ങാട്ടെ. ചേട്ടയുടെ കാലമുള്ള അട്ടയെല്ലാം കടിക്കുന്നുണ്ട്. എൻ്റെ കാലം അട്ട ഉണ്ടോ നമ്മൾ നോക്കിയില്ല. കാരണം നമുക്ക് അട്ടയെ പേടിയില്ല. കാരണം അതിനെ എടുത്ത് കളയരുത്. തന്നെ പോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിൻ്റെ മുള്ള് നമ്മുടെ കാലിലില്ലേ ഇരിക്കാതിരിക്കും. ഗായ്സ് ഒരു വൺ ടാസ്ക് ഉണ്ടായിട്ടുണ്ട്. വന്ന് കയറി ഇനി ഇതിൻ്റെ മണ്ട എങ്ങനെ വലിഞ്ഞ് കയറും ഗായ്സ്. എൻ്റെ മോനെ ഒരു വഴിയില്ല ഗായ്സ്. എങ്ങനെയല്ല മണ്ട വലിഞ്ഞ് കയറിയേ പറ്റൂ. നമ്മുടെ വഴിയില്ല ഗായ്സ്.